നമസ്കാരം, ഞാൻ പി സി ജെയിംസ്, നിർമ്മല കോളേജ്, കുറവലങ്ങാട്. നമുക്ക് ഇന്ന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ മൂന്നാമത്തെ സിറ്റുവേഷൻ, കഴിഞ്ഞ 2 ദിവസം 2 ക്ലാസ്സിലായി സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഒന്നാമത്തെ ഹാബിച്വൽ ഓർ റെഗുലർ ആക്ഷൻ കണ്ടു, സെക്കൻഡ് യൂണിവേഴ്സൽ ട്രൂത്ത് കണ്ടു. ഇന്ന് നിയർ ഫ്യൂച്ചറിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അതായത് കുറേ കഴിഞ്ഞ് നടക്കുന്ന, ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യം നമുക്ക് ഫ്യൂച്ചർ ടെൻസിലാണ് പറയേണ്ടത്. ഈ ഫ്യൂച്ചർ ടെൻസിന് പകരം നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. ഇത് നേരത്തെ ഒരു ക്ലാസ്സിൽ, ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞു, ദ പ്രൈം മിനിസ്റ്റർ കംസ് നെക്സ്റ്റ് വീക്ക് എന്ന് എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ ആ എക്സാമ്പിൾ ഒന്ന് മാറ്റിയാൽ, അപ്പോൾ ആ പ്രൈം മിനിസ്റ്റർ കംസ് നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർ വിൽ കം എന്നാണ് വരേണ്ടതെന്ന് അന്നത്തെ ക്ലാസ്സിൽ കണ്ടു. ഇനി നമുക്ക് നോക്കാം. ദ ചീഫ് മിനിസ്റ്റർ അറൈവ്സ് അറ്റ് 8 AM ആൻഡ് ഇമ്മീഡിയറ്റ്ലി ലീവ്സ് ഫോർ ബാംഗ്ലൂർ. ഇവിടെ ചീഫ് മിനിസ്റ്റർ 8 മണിക്ക് വരും, എത്തിച്ചേരുകയാണ്. അതിനുശേഷം ഉടനെ തന്നെ ബാംഗ്ലൂർക്ക് പോകും. ഈ ഒരു സെൻറ്റൻസ് ദ ചീഫ് മിനിസ്റ്റർ വിൽ അറൈവ് അറ്റ് 8 AM ആൻഡ് ഇമ്മീഡിയറ്റ്ലി ലീവ്സ് ഫോർ ബാംഗ്ലൂർ എന്നും പറയാം. അപ്പോൾ ദ ചീഫ് മിനിസ്റ്റർ വിൽ അറൈവ്, എത്തിച്ചേരും. അത്തരം സന്ദർഭങ്ങളിൽ നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന, നമുക്കുറപ്പുള്ള ഒരു കാര്യം കുറേ കൂടി വ്യക്തതയോടെ പറയണമെങ്കിൽ അത് ഫ്യൂച്ചർ ടെൻസിനേക്കാൾ സിമ്പിൾ പ്രസൻറ്റിൽ പറയുന്നതാണ് നല്ലത്. അപ്പോൾ ആ സെൻറ്റൻസ് ദ ചീഫ് മിനിസ്റ്റർ വിൽ അറൈവ് എന്നത് മാറ്റി ദ ചീഫ് മിനിസ്റ്റർ അറൈവ്സ് അറ്റ് 8 AM എന്ന് പറഞ്ഞാൽ 8 മണിക്ക് വരികയാണ്, അത് ഉറപ്പാണ്, അതിന് മാറ്റമില്ല. വന്നാൽ ഉടനെ തന്നെ, പെട്ടെന്ന്, ഇമ്മീഡിയറ്റ്ലി ലീവ്സ് ഫോർ ബാംഗ്ലൂർ, അദ്ദേഹം ബാംഗ്ലൂർക്ക് പോവുകയും ചെയ്യും. അതിൻ്റെ അർത്ഥം ഇവിടെ കുറച്ച് സമയമേ ഉള്ളൂ, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടത്തുള്ളൂ എന്നാണ്. അതിന് പകരം നമ്മൾ മുമ്പേ കണ്ടത് വന്നാൽ ഈ ഒരു ഇമ്പാക്റ്റ്, ഈ ഒരു ശക്തി കിട്ടത്തില്ല. ഇത് നമുക്ക് നോക്കുക. ദ കോളേജ് ക്ലോസസ് ഫോർ വെക്കേഷൻ ഓൺ സാറ്റർഡേ. ദ കോളേജ് ക്ലോസസ്, കോളേജ് ക്ലോസ് ചെയ്യാണ്. ഫോർ വെക്കേഷൻ, അവധി പ്രമാണിച്ച്. ഓൺ സാറ്റർഡേ, കോളേജ് അവധി പ്രമാണിച്ച് ശനിയാഴ്ച അടയ്ക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് വേണമെങ്കിൽ ദ കോളേജ് വിൽ ക്ലോസ് എന്ന് പറയാം. പക്ഷേ അതിലും നല്ലത് കോളേജ്, മുമ്പേ പറഞ്ഞതുപോലെ കോളേജ് ക്ലോസസ് ഫോർ വെക്കേഷൻ, വെക്കേഷൻ പ്രമാണിച്ച് ശനിയാഴ്ച അടയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന് മാറ്റമില്ല, ശനിയാഴ്ച വരെയേ പ്രവൃത്തി ദിനമുള്ളൂ എന്നർത്ഥം. ദ സ്കൂൾ റീഓപ്പൺസ് ഓൺ മൺഡേ. ഒരു അവധി കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച സ്കൂൾ റീഓപ്പൺ ചെയ്യുകയാണ്, വീണ്ടും തുറക്കുകയാണ് എന്ന് പറയുമ്പോൾ ദ സ്കൂൾ വിൽ റീഓപ്പൺ എന്ന് പറഞ്ഞാൽ റീഓപ്പൺ ചെയ്യും, വീണ്ടും തുറക്കും എന്ന് പറയുന്നതിനേക്കാൾ ഒരു കുറേ കൂടി സംഭാവ്യ സാധ്യത, നടക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്, വ്യക്തതയുണ്ട് കേൾവിക്കാരന്. ഇനി മറ്റൊന്ന്, ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് അറ്റ് 4 PM. പരിപാടി 4 മണിക്ക് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ദ പ്രോഗ്രാം വിൽ സ്റ്റാർട്ട് അറ്റ് 4 PM. 4 മണിക്കാണ് പരിപാടി തുടങ്ങുക എന്ന് പറയാം. ഇതിന് പകരം നമ്മൾ ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് അറ്റ് 4 PM എന്ന് പറയുമ്പോൾ ഈ പരിപാടി 4 മണിക്കാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ 4 മണിക്ക് തുടങ്ങുകയാണ്, യാതൊരു മാറ്റവും ഇല്ല, സമയമാറ്റം ഉണ്ടാവില്ല എന്നർത്ഥം വരും. അത് കുറേ കൂടി ശക്തി നൽകും. ഇനി നമ്മൾ മുമ്പേ കണ്ട ഈ ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് അറ്റ് 4 PM ഇങ്ങനെയൊക്കെ ഉള്ളതും, അതുപോലെ എക്സാമിൻ്റെ ടൈം ടേബിൾ തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോഴും സിമ്പിൾ പ്രസൻ്റാണ് കുറേ കൂടി അനുയോജ്യം, കുറേ കൂടി വ്യക്തതയുള്ളത്. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ. ദ ചീഫ് മിനിസ്റ്റർ അറൈവ്സ് അറ്റ് 8 AM ആൻഡ് ഇമ്മീഡിയറ്റ്ലി ലീവ്സ് ഫോർ ബാംഗ്ലൂർ. 2. The college closes for vacation on Saturday. 3. The school reopens on Monday. 4. The program starts at 4 PM. ഇങ്ങനെ ഭാവിയിൽ നടക്കുന്ന കാര്യമാണെങ്കിലും അത് കുറേ കൂടി
വ്യക്തതയുള്ളതാക്കാൻ, നമുക്ക് സംശയമില്ല എന്ന് തോന്നിക്കാൻ ആ ഫ്യൂച്ചർ ടെൻസിനേക്കാൾ നല്ലത് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഇതാണ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ മൂന്നാമത്തെ സിറ്റുവേഷൻ. ഇനി വീണ്ടും പറഞ്ഞാൽ, ഒന്ന് ഹബിച്വൽ ഓർ റെഗുലർ ആക്ഷൻ, അതിൻ്റെ എക്സാമ്പിൾസ് കണ്ടു. 2 യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രപഞ്ച സത്യങ്ങൾ, ശാശ്വത സത്യങ്ങൾ, അതിൻ്റെ ആ എക്സാമ്പിൾസ് കണ്ടു. ഇത് നിയർ ഫ്യൂച്ചർ. ഇനിയുള്ള സിറ്റുവേഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.